കുമാരനാശാനെ കുറിച്ച് എം.കെ. സാനു എഴുതിയ മൃത്യുഞ്ജയം കാവ്യജീവിതം എന്ന ജീവചരിത്രത്തിലെ 7ാമത്തെ അധ്യായത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. പൊതുജീവിതത്തിൽ ആത്മാർപ്പണം എന്ന് പേരിട്ട ഈ ഒരു അധ്യായത്തിൽ SNDP യോഗം എന്ന സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുമാരനാശാൻ എങ്ങനെയാണ് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് എന്ന കാര്യവുമാണ് ജീവചരിത്രകാരൻ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുമാരനാശാന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സംഘടനയുടെ രൂപീകരണത്തെ കുറിച്ചുള്ള ആലോചന ആദ്യം ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിന്റെ ഡോക്ടർ പൽപുവിന്റെ മനസ്സിലായിരുന്നു എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ഈ ഒരു സംഘടനയുടെ രൂപീകരണത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ വന്നെത്തിയ, അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നെത്തിയ ആദ്യത്തെ പേര് കുമാരനാശാന്റേതായിരുന്നു. അന്ന് ഈഴവ സമുദായത്തിൽ കുമാരനാശാനെ പോലെ കർമ്മകുശലതയും ചിന്താശേഷിയും സാമൂഹിക അവബോധവുമുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ ഇല്ല എന്ന് തന്നെയായിരുന്നു രണ്ടുപേരുടെ അഭിപ്രായം. ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിലൂടെയാണ് കുമാരനാശാനെ പരിചയപ്പെടുന്നത്. അന്ന് തന്നെ ഒരു കവി എന്ന നിലയിൽ കുമാരനാശാന് കേരളീയ സമൂഹത്തിൽ പ്രസിദ്ധി ഉണ്ടായിരുന്നു. ഡോക്ടർ പൽപു ആണ് കുമാരനാശാനെ ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കൽക്കത്തയിലും മദ്രാസിലേക്കൊക്കെ അയച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യവുമായി പരിചയപ്പെടുന്നതിലും അങ്ങനെയുള്ള അറിവുകളൊക്കെ സമ്പാദിക്കുന്നതിൽ കുമാരനാശാൻ കാണിച്ച ആ ഒരു ഇച്ഛാശക്തിയും അതുപോലെ അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവവും ഒക്കെ ഡോക്ടർ പൽപുവിന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മനസ്സിൽ കുമാരനാശാനാണ് ഇതിന്റെ നേതൃസ്ഥാനത്തിരിക്കാൻ യോഗ്യൻ എന്ന ഒരു തീരുമാനം ഉണ്ടാവുകയായിരുന്നു. ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ് പിന്നീട് SNDP യോഗമായി മാറുന്നത്. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്ര യോഗവുമായി ബന്ധപ്പെട്ട അരുവിപ്പുറം ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഈഴവ സമുദായത്തിന് അതിനുള്ള അവകാശം നേടിക്കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു ആദ്യകാലത്ത് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയത്. വ്യക്തിപരമായി പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നതിലോ അല്ലെങ്കിൽ മതത്തിന്റെ ആചാരപരമായ തലങ്ങൾ അനുസരിക്കുന്നതിലോ ശ്രദ്ധ നൽകിയ ഒരാളായിരുന്നില്ല. മതത്തിന്റെ മൂല്യസംഹിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ഇക്കാര്യത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെയും അതുപോലെ സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ ഒരു പിൻഗാമിയായിട്ടാണ് ശ്രീനാരായണ ഗുരു വരുന്നത്. മതത്തിന്റെ ആചാരങ്ങള് വേണ്ടത് അല്ലെങ്കിൽ ഇതുമായി മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ പ്രയാസമുള്ള സാധാരണക്കാർക്കാണ് ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്, അതായത് എന്താണോ അവർക്ക് നിഷേധിക്കപ്പെട്ടത് ആ നിഷേധിക്കപ്പെട്ടതിനുള്ള അവസരം, നിഷേധിക്കപ്പെട്ടത് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. അപ്പോൾ തന്നെ ആ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വ്യവസായശാലകൾ വേണം, ലൈബ്രറികൾ വേണം. മറ്റൊരു കാര്യം കൂടി ശ്രീനാരായണ ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചാൽ അത്ര സ്ഥലമെങ്കിലും കുറച്ച് വൃത്തിയുള്ളതായി തീരും, കുറച്ച് ആളുകളെങ്കിലും രാവിലെ കുളിച്ച് അലക്കിയ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ വരുമല്ലോ എന്നൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ചിന്ത. ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയൊക്കെയാണ്. അതേപോലെ സ്വയം തൊഴിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത സമുദായത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ചെറുകിട വ്യവസായശാലകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞത്. അതേപോലെ വായനയിലൂടെ, വിജ്ഞാനത്തിലൂടെ അഭിവൃദ്ധിപ്പെടണം, വിദ്യാഭ്യാസത്തിലൂടെ അഭിവൃദ്ധിപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ലൈബ്രറികൾ, വായനശാലകൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് സംഘടനയിലൂടെ ശക്തരാവുക. അതുപോലെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സൂചിപ്പിക്കേണ്ടത് ഇനി വിദ്യാലയങ്ങളായിരിക്കണം നമ്മുടെ ദേവാലയങ്ങളെന്ന്. അപ്പോൾ ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതിനുള്ള ഒരു സാധൂകരണം ഇത് മാത്രമാണ്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു സമുദായത്തിന് അതിനുള്ള അവസരം നൽകുക, ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള അവസരം നൽകുക, ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അദ്ദേഹം ക്ഷേത്രം സ്ഥാപിച്ചത്. അപ്പോൾ അങ്ങനെ സ്ഥാപിച്ച അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി യോഗമാണ് പിന്നീട് SNDP യോഗമായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം കമലാലയം ബംഗ്ലാവിൽ വെച്ച് അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ഈഴവ സമുദായത്തിലെ ചില പ്രാമാണികരുടെയും ഒരു യോഗമാണ് 1902 ചേരുന്നത്.
അത് അങ്ങനെ ഈ യോഗത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നതിന് മറ്റു നിർദ്ദേശം കുമാരനാശാന് നിർദ്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവിനാണ്. അങ്ങനെ ഈ ഒരു ക്ഷേത്ര യോഗത്തോടനുബന്ധിച്ച് പിന്നീട് കുറെ കൂടി വിശാലമായ ഒരു ബഹുജന സമ്മേളനം ഈഴവ സമുദായത്തിലെ കുറെ കൂടി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്താനും ഒരു ബഹുജന സംഘടനയുടെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താനും ശ്രീനാരായണ ഗുരു ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നീട് 1903 ഒരു വലിയൊരു സമ്മേളനം കൂടി നടത്തുന്നുണ്ട്. ഈഴവ സമുദായത്തിന്റെ ഒരു സമ്മേളനം കൂടി നടത്തുന്നുണ്ട്. അത് അരുവിപ്പുറം ക്ഷേത്രയോഗത്തിന്റെ ഒരു വിശേഷ സമ്മേളനം എന്ന രീതിയിലാണ് ആ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഒരു ബഹുജന സംഘടനയുടെ ആവശ്യകത, ഒരു സമുദായ സംഘടനയുടെ ആവശ്യകത എന്താണ് എന്ന കാര്യം ഈഴവ സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല ഡോക്ടർ പൽപ്പുവിനോടൊപ്പം കുമാരനാശാനിലും നിക്ഷിപ്തമായിരുന്നു. അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സമ്മേളനത്തിന്റെ ഫലമായിട്ട് ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്നുള്ളത് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേരിൽ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കേണ്ടത്. അങ്ങനെ 1903 മെയ് 15 SNDP യോഗം ഔപചാരികമായി നിലവിൽ വന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആദ്യത്തെ സമുദായ പരിഷ്കരണ സംഘടനയാണിത്. അതിനെ തുടർന്ന് മറ്റ് സമുദായങ്ങളിലെ സമാനമായ സംഘടനകൾ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സംഘടന, ഇതിന്റെ ഒരു ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സമുദായ സംഘടന എന്ന രീതിയിൽ ഇങ്ങനെയൊരു സമുദായ സംഘടനയുടെ ആവശ്യകത, പൂർവ്വ മാതൃകകളില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സമുദായ സംഘടനയുടെ ആവശ്യകത പൊതുവെ നിരക്ഷരരായ അംഗങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് വലിയൊരു പ്രവൃത്തിയായിരുന്നു, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. പക്ഷെ അത് വളരെ ഫലപ്രദമായ രീതിയിൽ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഔപചാരികമായി ഈ ഒരു സംഘടന നിലവിൽ വന്നു. അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുമാരനാശാൻ നിർദ്ദേശിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം ജീവചരിത്രകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അന്നേക്ക് ഒരു കവി എന്ന നിലയിൽ പ്രസിദ്ധനായി കഴിഞ്ഞ കുമാരനാശാന്റെ കാവ്യ ജീവിതത്തിൽ ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ തടസ്സമുണ്ടാക്കുകയില്ലേ എന്നൊരു സംശയമായിരുന്നു. പക്ഷെ MK സാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഒരു സംശയം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരു തന്റെ സന്യാസ ജീവിതവും സാമൂഹിക ജീവിതവും കാവ്യ ജീവിതവും അഭംഗുരം നിർവഹിക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ കുമാരനാശാന്റെ കാവ്യ ജീവിതത്തിന് യാതൊരു തരത്തിലും തടസ്സം സൃഷ്ടിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. തുടർന്ന് ഈ 1903 മുതൽ ഏകദേശം 20 വർഷക്കാലത്തോളം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി കുമാരനാശാൻ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീർഘകാലം അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തെ തുടരുകയും അങ്ങനെ വെറും ഒരു കടലാസ സെക്രട്ടറി ആയിരുന്നില്ല. സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം, തന്റെ ചുമതലകൾ വളരെ കൃത്യമായി നിർവഹിച്ച ഒരാളാണ് കുമാരനാശാൻ. സംഘടനയുടെ സ്ഥിരാധ്യക്ഷനായി നിയമിച്ചത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അപ്പോൾ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കുമാരനാശാൻ ചെയ്ത ആദ്യത്തെ കാര്യം ഈ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ നിബന്ധനകളും അതിന്റെ നിയമാവലികളും അതുപോലെ അതിന്റെ ഒരു ലക്ഷ്യവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ലഘുലേഖ തയ്യാറാക്കുക എന്നതായിരുന്നു. ആ ഒരു ലഘുലേഖ നമ്മൾ സാധാരണ കാണുന്ന ലഘുലേഖയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഒരു ലഘുലേഖ തയ്യാറാക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ലഘുലേഖയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അന്നത്തെ സാമൂഹിക സാഹചര്യവും ഈഴവ സമുദായത്തിന്റെ സമകാലാവസ്ഥയും ഒക്കെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് അപഗ്രഥിച്ച് തയ്യാറാക്കിയ ഒരു ലഘുലേഖയാണ് അത് എന്നതാണ്. നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഈ ലഘുലേഖയ്ക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക നവോത്ഥാനം ആരംഭിക്കുന്നത് തന്നെ, കേരളീയ സാമൂഹിക നവോത്ഥാനം ആരംഭിക്കുന്നത് തന്നെ ഈ ലഘുലേഖയിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതില് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു സംഘടനയുടെ ആവശ്യകത, അതായത് ഒരു സംഘടന രൂപീകരിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ സംഘടനാ രൂപീകരണത്തിന് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു സംഘടന രൂപീകരിക്കാൻ അവസരം ഒരുക്കി തന്ന ഒരു സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.
സംഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു സംഘടന എന്ന് പറയുന്നുണ്ട്. ആ സംഘടനയുടെ ലക്ഷ്യം ഫലപ്രദമായി കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ സമുദായ അംഗങ്ങൾ എന്തൊക്കെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ അവർ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ അപഗ്രഥനപരമായ ഒരു സാമൂഹികമായി വളരെ അപഗ്രഥന സ്വഭാവമുള്ള ഒരു ലഘുലേഖയാണ് കുമാരനാശാൻ തയ്യാറാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ത്യൻ സാമൂഹിക ജീവിതവും മതവും തമ്മിലുള്ള ബന്ധമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇകഴ്ത്താനും പുകഴ്ത്താനുമുള്ള ഒരേ ഒരു മാർഗം മതമാണ്. അപ്പൊ മതം എന്നത് ഇന്ത്യയുടെ പ്രാണനാണ് മതം. പക്ഷെ ഇന്ത്യക്ക് മതം കൊണ്ട് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഗുണഫലങ്ങളെക്കാൾ കൂടുതലും ദോഷഫലങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയെ ഐക്യപ്പെടുത്താനും ഇന്ത്യയെ അനൈക്യപ്പെടുത്താനും പ്രാപ്തിയുള്ള ഒന്നാണ് മതം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം അദ്ദേഹം 1903 SNDP യോഗത്തിന്റെ ആവശ്യാർത്ഥം തയ്യാറാക്കിയ ഈ ലഘുലേഖയിൽ പറയുന്ന ഈ ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെ പ്രസക്തമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ത്യയിലെ ഐക്യവും അനൈക്യവും ഉണ്ടായിട്ടുള്ളത് ഈ മതം കാരണമാണ്, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലാണ് ഇന്ത്യയിൽ ഐക്യവും അനൈക്യവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മതം ഒരേ സമയം ഗുണവും ദോഷവുമായി തീരുന്ന ഒരു വൈരുദ്ധ്യത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നും വളരെയേറെ പ്രസക്തമാണ് കുമാരനാശാന്റെ ഈ വാക്കുകൾ. അപ്പൊ ലോകം മുഴുവൻ കടപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ഗുണഫലങ്ങൾ അധികവും മതത്തിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അതേസമയം തന്നെ ഇന്ത്യയെ വളരെ അന്യായമായ അക്രാമകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതും മതം തന്നെയാണ്. അപ്പൊ ഒരുപാട് അനിഷ്ടഫലങ്ങൾ മതം മൂലം നമുക്കുണ്ടായിട്ടുണ്ട്, അതേപോലെ ഗുണഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം വിവേകാനന്ദ സ്വാമികൾ മദ്രാസിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിലെ വാക്യം കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ത്യയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യണമെങ്കിൽ മതമാകുന്ന അതിന്റെ കൈപ്പിടിയിൽ തൂക്കിയിട്ട് വേണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ അന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു ഉപദേശം ഇന്ത്യക്കാർക്ക് ഇനി കിട്ടാനില്ല എന്നാണ് ഇതേപ്പറ്റി കുമാരനാശൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഉയരണമെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ച്, അതായത് സമുദായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചത്. സംഘടനയിലൂടെ ശക്തരാവാനും അവകാശങ്ങൾ നേടിയെടുക്കാനും സാമൂഹികമായി അഭിവൃദ്ധിപ്പെടാനുമാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുമ്പോഴും ആ സംഘടനയ്ക്ക് മതവുമായി ഒരു ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് കുമാരനാശൻ വിരലിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നീട് ലഘുലേഖയുടെ തുടർന്നുള്ള ഭാഗത്ത് അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന സംഘടനയ്ക്ക് പേര് നൽകിയത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സമുദായ സംഘടനയാണെങ്കിൽ പോലും എന്തുകൊണ്ട് ഒരു ഈഴവ മഹാജന സഭ എന്ന് പേര് നൽകിയില്ല? അതിനു പകരം ആ ഒരു സമുദായത്തിന്റെ പേര് സംഘടനയ്ക്ക് നൽകുന്നതിന് പകരം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേര്, ശ്രീനാരായണ ഗുരുവിന്റെ പേര് എന്തുകൊണ്ട് നൽകി? ഒരു മതാചാര്യന്റെ സ്ഥാനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പേര് എന്തുകൊണ്ട് നൽകി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വിശദീകരണം, ആമുഖമായ ഒരു വിശദീകരണമാണ് അദ്ദേഹം ഈ ഭാഗത്ത് നൽകുന്നത്. അപ്പോൾ സംഘടനയിലൂടെ നമുക്ക് ശക്തരാകാൻ പറ്റും, സാമൂഹികമായി അഭിവൃദ്ധിപ്പെടാൻ പറ്റും. പക്ഷെ അപ്പോഴും മതവുമായി ഒരു ചർച്ച, ഒരു ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ വളർന്നതും തളർന്നതും മതത്തിലൂടെയാണ്. അപ്പോൾ മതമാണ് വളരാനും അതേപോലെ താഴാനുമുള്ള ഒരു വഴി മതം തന്നെയാണ്. അപ്പൊ മതത്തിന്റെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് ഉയരാം എന്നൊരു കാര്യമാണ് കുമാരനാശൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മതത്തിന്റെ ഗുണഫലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉയരാം എന്നാണ് അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന ഒരു സംഘടന, ഒരു ഭാരത മഹാജന സഭ, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ വർഷം തോറും സമ്മേളനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ആ ഒരു സമ്മേളനങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം ബ്രഹ്മസമാജം, ആര്യസമാജം പോലുള്ള സംഘടനയെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബ്രഹ്മസമാജം, ആര്യസമാജം മുതലായ സംഘടനകള് ഇന്ത്യക്കാർക്ക് നൽകിയ ഗുണങ്ങൾ പോലൊരു ഗുണം, ഉത്തരേന്ത്യക്കാർക്ക് നൽകിയ ഗുണങ്ങൾ പോലൊരു ഗുണം ഈ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് കൊണ്ട്, ആ ഒരു സംഘടന കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
പക്ഷെ അവസാനം കുമാരനാശാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, താരതമ്യ അപ്രസക്തമായ അല്ലെങ്കിൽ ഒരു താരതമ്യത്തിന് പ്രസക്തി ഇല്ലാത്ത രണ്ട് സംഘടനകളാണ് അത് എന്ന കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയുടെ ലക്ഷ്യം പ്രധാനവുമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയ വിമോചനമാണ്. സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നുള്ള ദേശീയ വിമോചനമാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു പ്രത്യക്ഷ ലക്ഷ്യമായിരുന്നില്ല ബ്രഹ്മസമാജത്തിനും ആര്യസമാജത്തിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുമാരനാശാൻ തന്നെ പറഞ്ഞതുപോലെ ഈ സംഘടനകൾ തമ്മിൽ ഒരു താരതമ്യത്തിന് പ്രസക്തിയില്ല. അപ്പോൾ അതിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു സംഘടനയുടെ ഫലം വിദൂരമായൊരു ഫലമാണ്. പെട്ടെന്ന് തന്നെ കൈവരിക്കാനാവുന്ന ഒരു ലക്ഷ്യമല്ല ഒരു സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ട് സംഘടന ആണ്ടുതോറും വർഷം തോറും സമ്മേളനങ്ങൾ നടത്തിയിട്ടും ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് ആ സംഘടന കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന ചോദ്യം അത്ര തന്നെ പ്രസക്തമല്ല. എങ്കിലും കുമാരനാശാന്റെ മനസ്സിലുള്ള മാതൃകകൾ, സംഘടനാപരമായ മാതൃകകൾ ബ്രഹ്മസമാജവും ആര്യസമാജവുമാണ് എന്നാണ് ഈ ഭാഗത്ത് നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ സമുദായ അംഗങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവർക്ക് സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന ഒരു സംഘടന ആയിരിക്കണം നമ്മുടേത്. വെറും ഒരു കടലാസ സംഘടനയാകാൻ പാടില്ല എന്ന കാര്യമാണ് ഇതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഈഴവ സമുദായം, ഒരു അധകൃത സമുദായം എന്ന നിലയിൽ ഈഴവ സമുദായം കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി അനുഭവിച്ച ജാതി പീഡനങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയൊരു സംഘടന എന്തിനു വേണ്ടിയാണ് എന്ന സംശയം സ്വാഭാവികമായിട്ടും സമുദായ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സംശയം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജാതിസ്പർദ്ധ വളരെ ദയനീയമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ജാതിസ്പർദ്ധ നിലനിൽക്കുന്നുണ്ടെന്നും ഉയർന്ന ജാതിക്കാരാൽ പല രീതിയിൽ അധകൃത വിഭാഗങ്ങൾ, ഇഴവരടക്കമുള്ള അധകൃത വിഭാഗങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യോചിതമല്ലാത്ത ക്രൂരതകളാണ് സവർണ സമുദായം താഴ്ന്ന ജാതിക്കാരോട് കാണിക്കുന്നത് എന്നും അത് അമേരിക്കയിലെ ആദിമ നിവാസികളോട് സ്പെയിനിലെ കഠിന ഹൃദയരായ ഘാതകർ പോലും ഇത്തരത്തിൽ പെരുമാറുകയില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീഡനം ഭയന്ന് പലരും കാടുകളിലേക്ക് അഭയം തേടി എന്ന കാര്യവും അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ പോലും അവിടെ അവർ മറിച്ചിട്ട് കളഞ്ഞു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന ഒരു നോവൽ വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നായാടികളുടെ ഒരു ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. നായാടികൾക്ക് പകൽ വെളിച്ചത്തിൽ സമൂഹ മധ്യത്തിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. അത് മനുഷ്യർ അവരെ കണ്ടാൽ കല്ലെടുത്തെറിയുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ പകല് മുഴുവൻ കുപ്പത്തൊട്ടികളുടെ സമീപത്തോ അല്ലെങ്കിൽ ഓവുചാലിനടുത്തോ അതുമല്ലെങ്കിൽ കാടുകളിലോ ഒക്കെ അഭയം തേടുകയായിരുന്നു നായാടികൾ ചെയ്തിരുന്നത്. അവർ പകൽ വെളിച്ചത്തിൽ ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ മനുഷ്യരെ ഭയന്ന് കാടുകളിൽ അഭയം തേടേണ്ട ഒരു അവസ്ഥ അന്ന് പല ജാതികൾക്കും ഉണ്ടായിരുന്നു, ഈ ജാതിസ്പർദ്ധ കാരണം, മൈത്തം കാരണം. അപ്പോൾ മൃഗങ്ങൾ മനുഷ്യരായി പരിണമിച്ചു എന്ന ഡാർവിന്റെ സിദ്ധാന്തം കൂടി മറിച്ചിടുകയാണ് ഇവിടെ ചെയ്തത്. ഇവിടെ മനുഷ്യർ മൃഗങ്ങളായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു അവകാശമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന കാര്യമാണ് കുമാരനാശൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യർ എന്നൊരു പദവിയിലേക്ക് എത്താൻ ശ്രീനാരായണ ഗുരു തന്റെ പല പ്രസംഗങ്ങളിലും ഒക്കെ മുദ്രാവാക്യങ്ങളിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ്. അവര് മനുഷ്യ പദവിയിലേക്ക് ജാതി ശരീരങ്ങളെ മനുഷ്യ ശരീരങ്ങളായി മാറ്റുക എന്നതായിരുന്നു അന്നത്തെ സമുദായ പരിഷ്കരണ സംഘടനകളുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ജാതി പീഡനത്തിൽ നിന്ന് രക്ഷ നേടുക, മനുഷ്യരെ ജീവിക്കാനുള്ള ഒരു അവകാശം നേടിയെടുക്കുക, സാമൂഹിക സമത്വം നേടിയെടുക്കുക, അതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ലഘുലേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ലഘുലേഖയിൽ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചില്ല? കാരണം നൂറ്റാണ്ടുകളായി ഈ ജാതി പീഡനം അനുഭവിച്ചു വരികയാണ്. അങ്ങനെ നൂറ്റാണ്ടുകളായി ജാതി പീഡനം അനുഭവിച്ചു വരുമ്പോഴും ഇതിനു മുമ്പൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഘടന രൂപീകരിക്കപ്പെടാതിരുന്നത് എന്ന സംശയം സ്വാഭാവികമായിട്ടും സമുദായ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അതിനുള്ള മറുപടിയും കുമാരനാശാൻ നൽകുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ വരവ് അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ വരവ് ഒരു ഈശ്വരന്റെ അവതാരം പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നത്. അതായത് ഒരു ഈഴവനായ ഒരാൾക്ക് സന്യാസിയാകാൻ വേണ്ട ഒരു സാമൂഹിക സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള ഒരു നവോത്ഥാന കാലത്താണ്.
അപ്പോൾ അതേപോലെ ഇഴവർക്ക് ഈ അധികൃത സമുദായത്തിന് സംഘടിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും മലയാളി മെമ്മോറിയൽ അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ പോലെയുള്ള നിവേദനങ്ങൾ മഹാരാജാവിന് മുന്നിൽ സമർപ്പിക്കാനും ഉള്ള ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായത് ബ്രിട്ടീഷുകാർ വന്നതോടു കൂടിയാണ്. അപ്പോൾ സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ എന്ന ഒരു കാര്യമാണ്. താഴ്ന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം കരുണാനിധിയായ ഭഗവാന്റെ വരവ് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ആഗമനം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ആ ഒരു ജനാധിപത്യ ബോധം പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ആണ് നമുക്ക് ഈ ഒരു ജനാധിപത്യ ബോധം ലഭിച്ചത്. ഈ ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് രാജഭരണത്തെ പോലും ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമ്മുടെ അന്നത്തെ നിരൂപകർക്കും മറ്റുമുണ്ടായത്. CP അച്യുതമേനോനൊക്കെ വിദ്യാവിനോദനയിൽ എഴുതിയ പല ലേഖനങ്ങളിലും രാജാധികാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു മന്ത്രിക്ക്, രാജാവിന്റെ ഒരു മന്ത്രിക്ക്, അയാൾ എത്ര തന്നെ വിദ്യാസമ്പന്നനാണെങ്കിലും രാജാവിന്റെ മുന്നിൽ ഇരിക്കാനുള്ള ഒരു അവകാശം അയക്കില്ല, അതിനുള്ളൊരു സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഒരു വിദേശിക്ക്, അയാൾ എത്ര നിരക്ഷരനാണെങ്കിൽ പോലും അയാൾക്ക് നമ്മുടെ രാജാവിന്റെ മുന്നിൽ ഇരിക്കാം. പക്ഷെ ഒരു മന്ത്രിക്ക്, അയാൾ വിദ്യാസമ്പന്നനാണെങ്കിൽ പോലും ഒരു മന്ത്രിക്ക് രാജാവിന്റെ മുന്നിൽ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു അനീതിയെ ആ ഒരു പാശ്ചാത്യമായ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് CP ചോദ്യം ചെയ്യുന്നത്. അതേപോലെ കേരളവർമ്മയുടെ വിശാഖം തിരുനാൾ, വിശാഖ വിജയ മഹാകാവ്യത്തെ കുറിച്ച് നിരൂപണം ചെയ്യുമ്പോഴും ഒരു മഹാകാവ്യത്തിൽ രാജാവാകാൻ വേണ്ട യോഗ്യത വിശാഖ തിരുനാളിനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രാജാവിന്റെ യോഗ്യതകളെയും രാജാധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു ജനാധിപത്യ ബോധം നൽകിയത് പാശ്ചാത്യ അധിനിവേശമാണ്. ആ ഒരു കാര്യം തന്നെയാണ് കുമാരനാശാൻ മറ്റൊരു തരത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സംഘടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ശ്രീനാരായണ ഗുരുവിന് ഒരു സന്യാസിയാകാനുള്ള ഒരു സാമൂഹിക സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ നമുക്ക് സംഘടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയതും ബ്രിട്ടീഷ് ആഗമനമാണ് അല്ലെങ്കിൽ പാശ്ചാത്യ അധിനിവേശമാണ്. അപ്പോൾ ഈ ഒരു സാമൂഹിക സാഹചര്യം നമുക്ക് കൈവന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ലബ്ധമായിട്ടുള്ള ഈ ഒരു സാമൂഹിക സാഹചര്യം നമ്മൾ ഉപയോഗിക്കുക എന്നാണ് കുമാരനാശൻ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്, സമുദായാംഗങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു അവസരം, ഇങ്ങനെയൊരു സാമൂഹികമായ ഒരു സാഹചര്യം നമുക്ക് കൈവന്നത് കൊണ്ട് ഇനി നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു അധകൃതാവസ്ഥയ്ക്ക് ഉത്തരവാദിയായിട്ട് നമുക്ക് രാജഭരണത്തെയോ അല്ലെങ്കിൽ മറ്റാരെയും ഉയർന്ന ജാതിക്കാരെയോ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സാമൂഹിക സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തെ നമ്മൾ യഥാവിധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇനിമേൽ ഇത് പ്രയോജനപ്പെടുത്താതെ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് സ്വയം സഹതപിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇനിമേൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഈ ഒരു പീഡനത്തിൽ നിന്ന്, ഈ ഒരു ജാതി പീഡനത്തിൽ നിന്ന് നമ്മൾ സ്വയം മോചിതരാകേണ്ട ഒരു സന്ദർഭമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭം വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഇനി ഒരിക്കൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ട് ഇനി നമുക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ധാരാളം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മാതൃകയിൽ നമ്മളും സ്വയം വിമോചിതരാകാൻ, സാമൂഹികമായി വിമോചിതരാകാൻ നമ്മളും സംഘടിച്ച് ശക്തരാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈഴവ സമുദായത്തെ കുറിച്ചുള്ള ഒരു പര്യാലോചനയാണ് തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം നടത്തുന്നത്. ജാതിപീഡനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈഴവ സമുദായം അംഗസംഖ്യയുടെ തിരുവിതാംകൂറിൽ 2ാം സ്ഥാനത്തുള്ള സമുദായമാണ്. കൊച്ചിയിലാണെങ്കിൽ 1ാം സ്ഥാനമാണ് ഈഴവ സമുദായത്തിനുള്ളത്. ഇതേപോലെ തന്നെയാണ് ബ്രിട്ടീഷ് മലബാറിലെ അവസ്ഥയും. അംഗങ്ങളുടെ വലിപ്പത്തിൽ 1ാമതുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അംഗസംഖ്യ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് അംഗങ്ങളുടെ എണ്ണത്തിൽ വളരെയധികം മുന്നിലാണ് ഈഴവ സമുദായം. അപ്പോൾ ഈ ഒരു അംഗസംഖ്യ അംഗബലമായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അംഗങ്ങളുടെ എണ്ണ കൂടുതൽ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞ പോലെ, മതത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ഗുണവും ദോഷവുമായി മാറും. ഐക്യമില്ലെങ്കിൽ ഈ അംഗസംഖ്യ എന്നുള്ളത് സമുദായത്തിന് ദോഷമായി മാറും. സമുദായ അംഗങ്ങൾ തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ അംഗസംഖ്യ എന്നത് അംഗബലമായി മാറുകയുള്ളൂ. അപ്പോൾ സമുദായ അംഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമുണ്ട്.
ഉത്കൃഷ്ട ജാതികളെ പോലെ വിദ്യാഭ്യാസം ഉള്ളവർ ഈഴവ സമുദായത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അധകൃത ജാതികളെ പോലെ തീർത്തും അധകൃതമായ സമുദായത്തെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമുണ്ട്. അതുപോലെ ധനികരും ദരിദ്രരുമുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്ന സമുദായമാണ് ഈഴവ സമുദായം. ഈഴവ സമുദായത്തിൽ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജെയിൻ പിള്ളയെ പോലെയുള്ള നിരൂപകർ പറഞ്ഞിട്ടുണ്ട്, ഈഴവ സമുദായത്തിൽ തന്നെ അധകൃതനായിരുന്നു കുമാരനാശാൻ എന്ന്. അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ ഈഴവ പ്രമാണിമാർ എഴുന്നേറ്റ് പോകുമായിരുന്നു, സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എം കെ സാനു ആ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നില്ല. ഈഴവ സമുദായത്തിൽ താഴ്ന്ന ജാതിക്കാരനായിരുന്നു, ഈഴവ സമുദായത്തിൽ തന്നെ താഴ്ന്ന വിഭാഗക്കാരനായിരുന്നു കുമാരനാശൻ എന്ന കാര്യം എം കെ സാനു അംഗീകരിക്കുന്നില്ല. എങ്കിലും എല്ലാ ജാതികളിലും ഉപജാതികളുണ്ട്, അതേപോലെ ഈഴവ ജാതിയിലുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അംഗങ്ങളുടെ എണ്ണ കൂടുതൽ എന്നത് വളരെ പെട്ടെന്ന് അനൈക്യത്തിലേക്കും അന്തഛിദ്രത്തിലേക്കും എത്താൻ കാരണമാകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സമത്വം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് കുമാരനാശൻ തുടർന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സമുദായത്തിൽ ഈ അംഗസംഖ്യ എന്നത് അംഗബലമായി മാറ്റണം, അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഐകമത്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ ഈ കാവേരി നദിയിലൂടെ, കർണാടകയിലെ കാവേരി നദിയിലൂടെ അനാദികാലം മുതൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ജലം ഈ കോളാർ സ്വർണ്ണഖനിയിലെ വലിയ യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ തക്ക യോഗ്യമായി തീരുമെന്ന് എന്നെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്നുവോ? അപ്പോൾ ഒരു നദീജലത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ഒരു ഖനിയിലെ കോലാർ ജില്ലയിലെ സ്വർണ്ണഖനി അത് ലോകത്തിലെ ആഴം കൂടിയ രണ്ടാമത്തെ സ്വർണ്ണഖനിയാണ്. അപ്പോൾ ഏകദേശം 2004 വരെ അതിൽ നിന്ന് സ്വർണ്ണഖനനം നടത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ് മെഷീനുകൾ ഉപയോഗിച്ച്, വലിയ വലിയ മെഷീനുകൾ ഉപയോഗിച്ച് അവിടെ സ്വർണ്ണഖനനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു നദീജലത്തിന് ഒരു ഖനിയിലെ മെഷീനുകളെ, ഒരു ഖനിയെ പ്രവർത്തിപ്പിക്കാൻ തക്ക ശേഷിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം അംഗസംഖ്യയുള്ള നമ്മുടെ സമുദായത്തിന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അംഗബലത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു സമുദായ ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. അപ്പൊ നമ്മുടെ സമുദായ ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായി തീരണം. വലിപ്പത്തിൽ, അല്ലെങ്കിൽ സമുദായത്തിന്റെ വലിപ്പത്തിൽ നമ്മൾ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തൊക്കെയാണ് കേരളത്തിന്റെ പല ഭാഗത്തും. അപ്പോൾ ആ ഒരു നമ്മുടെ സമുദായ ബലത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അങ്ങനെ സാമുദായികമായി നമ്മൾ ഐക്യപ്പെടണം. ആ ഒരു ഐക്യം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കണം, സമുദായത്തിന്റെ സാമൂഹികമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് കുമാരനാശൻ സൂചിപ്പിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം കടക്കുന്നത് എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേര് സ്വീകരിച്ചു, ഈഴവ മഹാജന യോഗം എന്ന പേര് സ്വീകരിക്കാതെ എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേര് സ്വീകരിച്ചു എന്നതാണ്. ഇതിനുള്ള ഒരു വിശദീകരണം കൂടിയാണ് ആമുഖത്തിൽ അദ്ദേഹം നൽകിയത്. ഇന്ത്യക്ക് വളരണമെങ്കിലും തളരണമെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയെ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഉള്ള മാർഗം മതമാണ് എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതേ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈഴവ സമുദായത്തിൽ അന്ന് ഉള്ള മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഈഴവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കേരളീയരുടെ തന്നെ ഗുരുവാണ്. ഒരു ആചാര്യ പദവി, ഒരു സന്യാസ പദവി അന്ന് ശ്രീനാരായണ ഗുരുവിന് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗുരുവിന് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സാംസ്കാരിക മൂല്യത്തെ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് വൈദികമായ ഒരു പൗരോഹിത്യ ബന്ധമാണ്, സംഘടനയ്ക്ക് ഒരു പൗരോഹിത്യ ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണത്. മാത്രമല്ല സംഘടനയുടെ സ്ഥിരാധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ ശ്രീനാരായണ ഗുരു എന്ന പേരിന്റെ ആ ഒരു സാംസ്കാരിക മൂല്യം കൂടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കേവലം ഒരു സമുദായ സംഘടന എന്നതിലപ്പുറം ഉള്ള ചില മാനങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ പേര് സ്വീകരിക്കുന്നതിലൂടെ സംഘടനയ്ക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഗുണഫലത്തിന് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേര് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആ കാലത്ത് തന്നെ ഒരു നല്ല സംസ്കൃത വിദ്വാൻ, ഒരു ഉത്തമ മതപരിഷ്കാരകൻ എന്ന നിലയിലൊക്കെ തിരുവിതാംകൂറിലുള്ള പല പുസ്തകങ്ങളിലും, ജനസംഖ്യ വിജ്ഞാപന പുസ്തകത്തിലൊക്കെ
ശ്രീനാരായണ ഗുരുവിനെ പരാമർശിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാൾ യോഗ്യനായ ഒരു ആചാര്യന്, മതാചാര്യന് നമ്മൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആ മതാചാര്യന്, നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായ സാമൂഹിക സാഹചര്യം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു മതാചാര്യനെ നമ്മൾ സമുദായത്തിന് പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു പേര് സംഘടനയ്ക്ക് സ്വീകരിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലഘുലേഖയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു സംഘടനയുടെ ലഘുലേഖ എന്നതിലുപരി കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ലഘുലേഖയാണ് SNDP യോഗത്തിന് കുമാരനാശാൻ തയ്യാറാക്കിയ ലഘുലേഖ.